ഹായ് ഹലോ ഡിയേഴ്സ് എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ അടിസ്ഥാന പാഠാവലിയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മൾ ഓൾറെഡി ഒരു സെറ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ നമ്മളുടെ ചാനൽ കയറിയിട്ട് STD6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിലെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ആദ്യത്തെ പ്രവർത്തനം നോക്കൂ, വായിക്കാം എഴുതാം. പുറത്തു നിന്നുള്ള ഒരു പാസേജ് തന്നിട്ടുണ്ട്, അത് വായിക്കാം. അതിനുശേഷം കുറച്ച് 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യുക. വിദ്യകളെല്ലാം അഭ്യസിച്ച് സന്യാസം സ്വീകരിച്ച ശങ്കരാചാര്യർ കാശിയിലെത്തി. ഒരു ദിവസം ശിഷ്യരുമൊത്ത് മധ്യാഹ്ന കർമ്മത്തിന് പോകുമ്പോൾ 4 നായ്ക്കളുമായി ഒരു ചണ്ഡാളൻ എതിരെ വരുന്നത് കണ്ടു. ഉടനെ ശങ്കരാചാര്യർ മാറിപ്പോ എന്നാക്രോശിച്ചു. ഈ ഗംഗാജലത്തിലും പുറത്തെ ചെളിക്കുണ്ടിലും നിഴലിക്കുന്നത് ഒരേ സൂര്യനാണല്ലോ. എൻ്റെ ശരീരത്തിലും അങ്ങയുടെ ശരീരത്തിലും ഒഴുകുന്നത് ഒരേ നിറമുള്ള ചോരയാണല്ലോ, പിന്നെന്തിന് മാറിപ്പോകണം എന്ന് ചണ്ഡാളൻ തിരിച്ചു ചോദിച്ചു. ഇത് കേട്ട ശങ്കരാചാര്യർ ആ ചണ്ഡാളന് മുന്നിൽ ശിരസ് കുനിച്ച് ഞാൻ അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. ശങ്കരാചാര്യരെ പരീക്ഷിക്കാൻ വേഷപ്രച്ഛന്നനായി വന്ന ശിവനായിരുന്നത്രേ ആ ചണ്ഡാളൻ. ഇതുമായി ബേസ് ചെയ്ത ആദ്യത്തെ ചോദ്യം, വിദ്യകളെല്ലാം അഭ്യസിച്ച് സന്യാസം സ്വീകരിച്ച് ശങ്കരാചാര്യർ എത്തിച്ചേർന്നതെവിടെ? ഗംഗാതീരത്ത്, കാശിയിൽ, ചെളിക്കുണ്ടിൽ. കാശിയിലാണ് എത്തിച്ചേർന്നത്. ചോദ്യം 2, മാറിപ്പോയെന്ന് ശങ്കരാചാര്യർ ആക്രോശിച്ചത് ആരോട്? ശിഷ്യരോട്, നായ്ക്കളോട്, ചണ്ഡാളനോട്? ചണ്ഡാളനോടാണ്. ചോദ്യം 3, ചണ്ഡാളനോടൊപ്പം ഉണ്ടായിരുന്നത് ആര്? നായ്ക്കൾ, ശങ്കരാചാര്യർ, ശിഷ്യന്മാർ. നായ്ക്കളാണ്. ചോദ്യം 4, എന്തുകൊണ്ടായിരിക്കാം ശങ്കരാചാര്യർ ചണ്ഡാളന്റെ ശിഷ്യത്വം സ്വീകരിച്ചത്? ചണ്ഡാളന്റെ അനുസരണശീലം കണ്ടിട്ട്, ചണ്ഡാളന്റെ വാക്കുകളിലെ സന്ദേശം ഉൾക്കൊണ്ടിട്ട്, നായ്ക്കൾക്ക് ചണ്ഡാളനോടുള്ള സ്നേഹം കണ്ടിട്ട്. ചണ്ഡാളന്റെ വാക്കുകളിലെ സന്ദേശം ഉൾക്കൊണ്ടിട്ടാണ് ശങ്കരാചാര്യർ ഞാൻ അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞത്. ചോദ്യം 5, ഈ ഗംഗാജലത്തിലും പുറത്തെ ചെളിക്കുണ്ടിലും നിഴലിക്കുന്നത് ഒരേ സൂര്യനാണല്ലോ. ഇത് അർത്ഥമാക്കുന്നത് എന്ത്? പ്രപഞ്ച തേജസ് എല്ലാവരിലും ഒരുപോലെയാണ്. ഓരോ മനുഷ്യനും വ്യത്യസ്തനാണ്. ചെളിക്കുണ്ട് ഹീനവും ഗംഗ പവിത്രവുമാണ്. എന്താണ് മക്കളെ? പ്രപഞ്ച തേജസ് എല്ലാവരിലും ഒരുപോലെയാണ് എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രവർത്തനം 2, പ്രതികരണക്കുറിപ്പ്. ദുര്യോധനൻ കർണനെ അംഗരാജാവാക്കി അപമാനത്തിൽ നിന്ന് രക്ഷിച്ചു. കർണൻ ആദ്യമായി സ്നേഹം അനുഭവിച്ചത് അപ്പോഴായിരിക്കാം. കർണൻ തൻ്റെ സുഹൃത്തിനോട് നന്ദി പറഞ്ഞു. അപ്പോൾ ദുര്യോധനൻ കർണനോട് ഇങ്ങനെ പറഞ്ഞു, മഹാനായ മിത്രമേ, ദൃഢമായ സഖ്യം മാത്രം ഞാൻ നിന്നിൽ നിന്ന് ഇച്ഛിക്കുന്നു. ആരാധ്യനായ സുഹൃത്തായി എന്നോടൊത്ത് എന്നും വർത്തിച്ചാൽ മതി. അതാണ് നിന്നിൽ നിന്നും ഞാൻ ഇച്ഛിക്കുന്ന പ്രത്യുപകാരം. PK ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നതിൽ നിന്നുള്ള ചെറിയൊരു ഭാഗമാണ് തന്നിട്ടുള്ളത്. ദുര്യോധനന്റെ എന്ത് സ്വഭാവ സവിശേഷതയാണ് ഈ മറുപടിയിൽ നിന്ന് മനസ്സിലാകുന്നത്? ഇങ്ങനെ പെരുമാറുന്നവരാണോ നമുക്ക് ചുറ്റുമുള്ളത്? നിങ്ങളുടെ പ്രതികരണങ്ങൾ എഴുതി നോക്കൂ. ദുര്യോധനൻ കർണനെ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പ്രകാശനമാണ്. കർണൻ തൻ്റെ ജീവിതത്തിൽ ആദ്യമായി ആത്മാർത്ഥമായ സൗഹൃദം അനുഭവിച്ചത് ദുര്യോധനൻ നൽകിയ ആ ആദരവിലൂടെയാകും. പകരം താൻ എന്ത് നൽകണമെന്ന ചോദ്യത്തിന് കർണനോട് ദുര്യോധനൻ പറഞ്ഞു, ദൃഢമായ സൗഹൃദം മാത്രമാണ് ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇതിൽ നിന്നും ദുര്യോധനൻ വളരെ സ്നേഹപരനും കൃതജ്ഞനും വിശ്വസ്തനുമായ സുഹൃത്തായി കർണൻ അനുമാനിക്കുന്നു. പ്രത്യുപകാരം ആഗ്രഹിക്കാതെ സൗഹൃദം മാത്രം ചോദിക്കുന്ന ദുര്യോധനനോട് കർണൻ എല്ലാ കാലത്തും ആത്മാർത്ഥ സുഹൃത്തായി കൂടെ നിൽക്കുന്നു. സൗഹൃദം ഉപകാരത്തിനു വേണ്ടിയല്ല, ആത്മാർത്ഥതയ്ക്കാണ് എന്ന സന്ദേശം പാഠം നൽകുന്നു. പ്രവർത്തനം 3, തലക്കെട്ട് നിർദ്ദേശിക്കാം. ആ രക്തം മാഞ്ഞുപോയില്ല എന്ന പാഠഭാഗം നിങ്ങൾ പഠിച്ചതാണല്ലോ. ഈ ശീർഷകത്തിന്റെ സവിശേഷതകൾ കണ്ടെത്താമോ? യോജിച്ച മറ്റൊരു ശീർഷകം നിർദ്ദേശിക്കൂ. ആ രക്തം മാഞ്ഞുപോയില്ല എന്ന തലക്കെട്ടിന്റെ സവിശേഷതകൾ ശക്തമായ ഭാവാത്മകത, സന്ദേശമാർന്ന പ്രതീകം, പാഠത്തിന്റെ ആശയവുമായുള്ള കനത്ത ബന്ധം, പ്രതികാരവും പ്രതീക്ഷയും ഒരുമിച്ചുള്ള ആവിഷ്കാരം തുടങ്ങിയവയാണ്. ഈ നോവലിന് വേണമെങ്കിൽ യുവകലാപത്തിന്റെ തുടക്കം എന്ന തലക്കെട്ടും കൊടുക്കാം. കാരണം കുട്ടികളുടെ മനസ്സിൽ ഉയർന്ന പോരാട്ട ചിന്തയും അതിന്റെ ശാന്തതയുള്ള പ്രതിഫലനവുമാണ് ഇതിലെ പ്രധാന ആശയം. വലിയ വിപ്ലവത്തിന് തുടക്കമാവുന്ന ചെറു നിലവാരത്തിന്റെ ദൃശ്യവൽക്കരണമാണ് ഇത്. പ്രവർത്തനം 4, കഥാപാത്ര നിരൂപണം. കുഞ്ഞിരാമൻ എന്ന വിദ്യാർത്ഥിയാണ് ആ രക്തം മാഞ്ഞുപോയില്ല എന്ന കഥയിലെ പ്രധാന കഥാപാത്രം. കുഞ്ഞിരാമനെ കുറിച്ചുള്ള നിരവധി കാര്യങ്ങൾ പാഠഭാഗത്തുണ്ട്. നോക്കൂ, ക്ലൈവ് കള്ളനും തമ്മാടിയുമായിരുന്നു സർ. കുഞ്ഞിരാമൻ കയറി പറഞ്ഞു, സർ, ഈ കള്ളത്തരങ്ങളും കെട്ടുകഥകളും എത്ര കാലം പഠിക്കും? പെട്ടെന്ന് വെള്ളവുമായി ഒരു ചെറുക്കൻ പാടത്തേക്കിറങ്ങി. ഇങ്ങനെ കുഞ്ഞിരാമനെ കുറിച്ച് എഴുത്തുകാരൻ നൽകുന്ന സൂചനകളെല്ലാം കണ്ടെത്തൂ. ഈ സൂചനകളിൽ നിന്ന് കുഞ്ഞിരാമന്റെ പല സവിശേഷതകളും മനസ്സിലാക്കാൻ കഴിയും. അവയെല്ലാം ഉൾക്കൊള്ളിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക.
ഉറൂബിന്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് കുഞ്ഞിരാമൻ. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിന്റെയും സ്വാതന്ത്ര്യ വിമോചനത്തിന്റെയും കഥയാണ് ഇതിൽ പറയുന്നത്. കുഞ്ഞിരാമൻ യുവജന സമൂഹത്തിൽ വേണ്ട ധൈര്യത്തിന്റെയും ഉത്തരവാദിത്വത്തിന്റെയും പ്രതീകമാണ്. അധികാരികളെ ഭയപ്പെടാതെ സ്വന്തം അഭിപ്രായം തുറന്നു പറയുന്നവനാണ് കുഞ്ഞിരാമൻ. തന്റെ ഗുരുവിനോട് ക്ലേവ് ഒരു തമ്മാടിയും കള്ളനുമാണെന്ന് പറയുന്നതും പുസ്തകങ്ങളിൽ അച്ചടിച്ച കളവുകളും മറ്റും എത്രനാൾ പഠിപ്പിച്ചു വിടാനാവുമെന്ന് ചോദിക്കുന്നതുമെല്ലാം അതിനുദാഹരണമാണ്. കാലാതീതമായ മൂല്യങ്ങൾ സ്കൂൾ പരിധികൾ കടന്ന് സമൂഹത്തിലേക്കും ദേശീയ മനസ്സിലേക്കും എത്തിച്ചേരുന്നു എന്നതിന്റെ സാക്ഷ്യമാണ് അദ്ദേഹം. അർത്ഥവത്തായ സംഭവങ്ങളെ കുഞ്ഞിരാമൻ മനസ്സിലാക്കുന്നു. വിവേചനങ്ങളെ അദ്ദേഹം എതിർക്കുന്നു. ജീവകാരുണ്യ ബോധമുള്ളവനാണ് കുഞ്ഞിരാമൻ. പോലീസ് മർദ്ദനത്താൽ രക്തം വാർന്നു മണ്ണിൽ കിടക്കുന്ന നമ്പ്യാർക്ക് ഒരിറ്റു ദാഹജലം കൊടുക്കാനായി ഓടിച്ചില്ലെന്നത് കുഞ്ഞിരാമനാണ്. സത്യാഗ്രഹിയെ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങുന്ന തന്റെ ഉദ്യമം സ്കൗട്ട് ചുമതലയായി അദ്ദേഹം കാണുന്നു. താൻ ചെയ്തത് ജീവകാരുണ്യമാണെന്ന് പോലീസ് മേധാവിയോട് പറയാനും കുഞ്ഞിരാമൻ മടിക്കുന്നില്ല. നാടിന്റെ അരക്ഷിതാവസ്ഥയിൽ സാഹോദര്യബോധമുള്ള ഒരുവനായി കുഞ്ഞിരാമൻ നിലകൊള്ളുന്നു. പ്രവർത്തനം 5. അഭിപ്രായക്കുറിപ്പ്. നിങ്ങൾ എൻ്റെ സമ്മാനം വെറും വാടകച്ചരക്കാക്കി എന്ന് അച്ഛൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? വാടകച്ചരക്ക് എന്ന വാക്കിലൂടെ കവി നമ്മോട് പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? സമ്മാനവും വാടകച്ചരക്കും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ? അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കൂ. ഇടശ്ശേരിയുടെ ഉടമസ്ഥത എന്ന കവിത വളരെ വലിയ ആശയം തന്നെ നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പുവിന് അച്ഛൻ ഒരു പേന സമ്മാനമായി കൊടുക്കുന്നു. എന്നാൽ അവൻ അതിൽ സന്തോഷിക്കാൻ കഴിയുന്നതിലേറെ അസ്വസ്ഥനാവാനാണ് സാധിച്ചത്. അവന്റെ ചേട്ടനും അമ്മയും ചേട്ടത്തിയുമെല്ലാം മാറി മാറി അവന് ആ സമ്മാനത്തെക്കുറിച്ച് താക്കീതുകൾ നൽകിയതിനാലാണ് അവൻ അസ്വസ്ഥനായത്. അവരുടെ താക്കീതുകൾ കേട്ട് മടുത്ത അവൻ ആ സമ്മാനം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. കണ്ണിൽ ഒരു തുള്ളി കണ്ണീരോടെയാണ് അപ്പു ആ പേന അച്ഛൻ്റെ മേശയിൽ തന്നെ വെക്കുന്നത്. എന്നാൽ തിരിച്ചെത്തിയ അച്ഛൻ വിവരങ്ങൾ അറിയുകയും എൻ്റെ സമ്മാനം നിങ്ങളൊരു വാടകച്ചരക്കാക്കിയോ? സമ്മാനത്തിൻ്റെ ഉടമസ്ഥന് അത് സംരക്ഷിക്കാനും നശിപ്പിക്കാനുമുള്ള അവകാശമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. ഇവിടെ അച്ഛൻ സൂചിപ്പിക്കുന്ന വാടകച്ചരക്ക് എന്ന പ്രയോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ആരുടെയെങ്കിലും കയ്യിൽ നിന്നോ നിശ്ചിത കാലത്തേക്ക് അല്ലെങ്കിൽ നിശ്ചിത സമയത്തേക്ക് വാങ്ങിക്കുന്നതാണ് വാടക വസ്തു. അതിൻ്റെ ഉടമസ്ഥൻ യഥാർത്ഥത്തിൽ നമ്മളല്ല. അതുകൊണ്ട് തന്നെ അതിനെ നശിപ്പിക്കാൻ നമുക്ക് അധികാരമില്ല. എന്നാൽ ഇവിടെ അപ്പുവിൻ്റേത് ഒരു വാടക വസ്തുവല്ല, അവൻ അച്ഛൻ സ്നേഹത്തോടെ നൽകിയ സമ്മാനമാണ്. അതുകൊണ്ട് തന്നെ അതിനെ നശിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവും അവനുണ്ട്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാട്ടോ മക്കളെ നമ്മൾ ഈ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്ത് നോക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒക്കെ നല്ലതുപോലെ മനസ്സിലാക്കി വായിച്ചു പോവുക. ഇന്നത്തെ ക്ലാസ് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മറക്കാതെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്